ഇപ്പോൾ തലവേദനയിൽ തന്നെ പലതരമുണ്ട്. മൈഗ്രെയിൻ ഉണ്ട്, ഇപ്പോൾ സൈനസൈറ്റിസ് കൊണ്ടും വരും നമുക്ക് തലവേദന. അപ്പോൾ അല്ലാതെ ടെൻഷൻ ഹെഡേക്സ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഓരോന്നിനും ഡിഫറൻസ് ആയിട്ട് നമുക്ക് നോക്കണം. അപ്പോൾ മൈഗ്രെയിൻ വരുന്ന സമയത്ത് നമുക്ക് ഛർദി ഉണ്ടാവാറുണ്ട്. ചിലവർക്ക് ഒരുപാട് ലൈറ്റ് അടിക്കുന്ന സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതേപോലെ കൂടുതലായിട്ട് സൂര്യപ്രകാശം കൊള്ളുമ്പോഴും നമുക്ക് മൈഗ്രെയിൻ വരാറുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് കൺസൾട്ടേഷൻ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഈ റെമഡീസ് എല്ലാം ചെയ്യാൻ പാടുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് പോകാൻ പറ്റില്ല, ഇപ്പോൾ ഒരുപാട് രാത്രിയാണ്, ഇപ്പം നിങ്ങൾക്ക് പോകാൻ പറ്റില്ല എന്നാണ്. ഇപ്പം നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്നതാണെങ്കിൽ നമ്മുടെ വീട്ടിൽ തൊടിയിലൊക്കെ കിട്ടുന്നതാണ് മുക്കുറ്റി അരച്ച് നമുക്ക് തലയിൽ നമ്മൾ പറയും ഉച്ചിയിലെന്ന് പറയും, ഉച്ചിയിൽ തളം വെക്കുന്നത് നല്ലതാണ്. അതേപോലെ 2 തുള്ളി മൂക്കിൽ ഒറ്റിക്കുന്നതും നല്ല ഒരിതാണ്. അതേപോലെ തന്നെയാണ് പനിക്കൂർക്ക ഇല അരച്ച് നമുക്ക് നെറ്റിയിൽ തടവുന്നതും നല്ലൊരു റെമഡിയാണ്. പിന്നെ പകലൊക്കെ ആണെങ്കിൽ നമുക്ക് പെരേല എന്ന് പറയും, നമ്മുടെ തൊടിയിലെല്ലാം കിട്ടുന്നതാണ്. പെരേല അല്ലെങ്കിൽ പെരുവലം എന്ന് പറയും. അതിൻ്റെ ഇല അരച്ചിട്ട് നമുക്കിപ്പോൾ വലത് സൈഡിലാണ് വേദന എന്നുണ്ടെങ്കിൽ ഇടതുവശത്തെ കാലിൻ്റെ തള്ളവിരലയിൽ ചുറ്റി ഒന്ന് പേസ്റ്റ് ചെയ്ത് ചുറ്റി ഒരു 20 മിനിറ്റ്സോ 30 മിനിറ്റ്സ് ഇരിക്കുന്നത് നല്ലതാണ്. എന്നിരുന്നാലും ഇപ്പോൾ ക്രോണിക് കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഒരു ഡോക്ടറിൻ്റെ കൺസൾട്ടേഷൻ ചെയ്തതിന് ശേഷം മാത്രമേ ഇതെല്ലാം നമ്മൾക്ക് ചെയ്യാൻ പാടുള്ളൂ.